നമ്മൾ എല്ലാം ഫ്രീയും കാര്യങ്ങളൊക്കെ ആക്കുന്നുണ്ട്. ഈ ലേഡീസിന് വേണ്ടിയാണ് കൂടുതൽ. അത് കുഴപ്പമൊന്നുമില്ല, നല്ല ഒരു അഭിപ്രായമാണ് എനിക്കും. പക്ഷേ മട്ടാഞ്ചേരി സർവീസ് വർഷങ്ങളായി മട്ടാഞ്ചേരി ജെട്ടി വർഷങ്ങളായി. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ, എനിക്ക് 65 വയസ്സുണ്ട്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ, ചെറുപ്രായത്തിൽ അതിക്ക് മുമ്പുള്ള ജെട്ടികളാണത്. അത് ഇതേവരെക്കും ഡ്രഡ്ജിങ് ചെയ്ത് 4 കോടി രൂപക്കാണ് ഡ്രഡ്ജിങ് ഏറ്റെടുത്തത്. ആ ഡ്രഡ്ജിങ് ഒന്നും നടന്നില്ല. 78 ലക്ഷം രൂപയാണ് ജെട്ടിക്ക് ചിലവ്. ഡ്രഡ്ജിങ്ങിന് 4 കോടി രൂപ. ആ ഡ്രഡ്ജിങ് പോലും നടക്കാതെ കരാറുകാരൻ കുർത്തക്കേടൊക്കെ ചെയ്ത് അത് ഡ്രഡ്ജിങ്, അതിൽ ഇറിഗേഷൻ്റെ ഒരു പങ്കുണ്ടെന്നുള്ളതാണ് എനിക്കറിയും. ഇറിഗേഷൻ സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ടിൻ്റെ ഇപ്പോൾ ആലപ്പുഴയ്ക്ക് പോയിരിക്കുന്ന കലക്ടറായിട്ടുള്ള ഷാജി വിനായരുടെ അതിൽ പങ്കുണ്ട്. ഇവർക്കെല്ലാവർക്കും ഇതിൽ പങ്കുണ്ടെന്നുള്ളതാണ് എൻ്റെ അറിവ്. എന്താണെന്ന് വെച്ചാൽ അവിടെ മെട്രോ തന്നെയാണ്. മെട്രോ വരുമ്പോൾ ഇതും ആയിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അതിൻ്റെ പേരിൽ ഇവർക്കൊക്കെ പങ്കുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ. എനിക്ക് ഒരു മനസ്സിലായിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ഡ്രഡ്ജിങ്, മെട്രോ ഡ്രഡ്ജിങ് ചെയ്ത് അവർ ശരിയാക്കി എടുത്ത്. പക്ഷേ മട്ടാഞ്ചേരിയിൽ ഈ ബോട്ട് ജെട്ടി മാത്രം ഡ്രഡ്ജിങ് ചെയ്യാനോ പിടിക്കാനോ ഒന്നും സാധിച്ചിട്ടില്ല. ഇപ്പം എത്ര കൊല്ലമായെന്നറിയോ? തുടക്കത്തിൽ ജെട്ടിയൊക്കെ നന്നായി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ബോട്ട് ഓടി. അത് കഴിഞ്ഞപ്പോൾ ബോട്ട് ഓടിയില്ല. ഇത് നമുക്ക് ഭയങ്കരമായ സങ്കടങ്ങളുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ചെറുപ്രായത്തിലൊക്കെ ഉണ്ടായിരുന്ന ജെട്ടിയാണ്. വളരെ മെച്ചപ്പെട്ടൊരു ജെട്ടിയാണത്. എല്ലാവർക്കും വേണ്ടപ്പെട്ടൊരു ജെട്ടിയാണത്. ഇപ്പോൾ ആളില്ല. എന്താണെന്ന് വെച്ചാൽ അവിടെ ബോട്ടില്ല. ബോട്ടില്ലാത്തതിൻ്റെ വല്ല ആളുണ്ടാവില്ല. ബോട്ടുണ്ടെങ്കിൽ, ധാരാളം ബോട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ആളുണ്ടാവും അവിടെ. ഇപ്പോൾ ഇവിടെ തന്നെ 6 ബോട്ട് ആണ്, 7 ബോട്ടാണ് പറഞ്ഞത്. ഈ എറണാകുളത്ത് കറ്റാമറയിന് 7 ബോട്ടാണ് പറഞ്ഞത്. അതിൽ 6 ബോട്ട് വന്നതിൽ ഒരു ബോട്ട് കണ്ണൂർക്ക് കൊണ്ടുപോയി. ഇവിടെ ഉദ്ഘാടനം ചെയ്ത ബോട്ട് കണ്ണൂർ കൊണ്ടുപോയി ഉദ്ഘാടനം ചെയ്തു. ഇതിലൊക്കെ തിരുമറിയൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഇപ്പോൾ ഒരു ബോട്ട് നീറ്റിലിറക്കിയിട്ടുണ്ട്, പുറത്ത് ഇറക്കിയിട്ടുണ്ട്, 7-ാം നമ്പർ ബോട്ട്. അതിന് എവിടെയെങ്കിലും കിടന്ന് ഓടണ്ടെന്ന് പറയാൻ പറ്റില്ല. അതൊക്കെ കഴിഞ്ഞ് ഒരു വിധമൊക്കെ ആകുമ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരും. അതിവിടെ കേടാകുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഞാൻ പറയുന്നത്, ഇത് എങ്ങനെയെങ്കിലും മട്ടാഞ്ചേരി സർവീസ് ശരിയാക്കി അത് ഉടനെ പരിഹരിക്കാനുള്ള നടപടിക്രമങ്ങൾ നമ്മളെ ഇപ്പോഴത്തെ കൊച്ചി MLA, എനിക്ക് വേണ്ടപ്പെട്ട ഒരാളുമാണ് മുഹമ്മദ് സിയാസ്, ചെയ്യുമെന്നുള്ള ഉറച്ച വിശ്വാസമുണ്ട് എനിക്ക്. അപ്പോൾ അതിന് മട്ടാഞ്ചേരി തന്നെയല്ല, നമ്മളെ ഈ കരുവൽപ്പടിക്ക് പോകേണ്ട അതിനിപ്പുറമായിട്ട് ഒരു ജെട്ടിയുണ്ട്. ആ ജെട്ടിയും ഇതേമാതിരി നശിഞ്ഞിടക്കണം. ഇബ്രാഹിം കുഞ്ഞുള്ളപ്പോൾ ശരിയാക്കിയതാണ് ജെട്ടി. അപ്പോൾ ആ ജെട്ടിയും ഒന്ന് പുനഃസ്ഥാപിക്കണമെങ്കിൽ ഈ ബസ്സിനുള്ള ആൾക്കാർക്ക് അവിടെ നിന്നും പോരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ കുറച്ചൊക്കെ കാര്യങ്ങൾ നടത്തണമെങ്കിൽ അവിടെ നിന്നും മട്ടാഞ്ചേരിയിൽ നിന്നും, അതുമല്ല ബോട്ടും വേണം. ബോട്ടാകെ 5 ബോട്ടുണ്ടെങ്കിൽ ഈ 5 ബോട്ട് 2 ബോട്ട് ഇടയ്ക്ക് കേടാവും, 3 ബോട്ടുണ്ടാവും. ചിലപ്പോൾ 3 ബോട്ട് കേടാവും, 2 ബോട്ടുണ്ടാവും. അടിക്കിടയ്ക്ക് ബോട്ട് കേടാകാനായി 1,99,00,000 രൂപക്കാണ് ഒരു ബോട്ട് നടന്നിരിക്കുന്നത്. FC കട്ടാമറിയൻ. അതിലിന് അഴിമതി ഉണ്ടാകുന്ന അറിഞ്ഞൂടാ. അതൊക്കെ അന്വേഷണത്തിൽ വെക്കണം, എന്താണ് ഏതാണെന്നുള്ളതൊക്കെ. ആ കളക്ടറിനെ തന്നെ, ആ ഡയറക്ടറിനെ തന്നെ ഇപ്പോൾ കളക്ടറായിട്ട് അങ്ങോട്ട് മാറ്റിയേക്കുന്നത്, ഇവിടെ ആലപ്പുഴക്ക്. അത് തന്നെയല്ല, ജെട്ടിയിൽ ഇപ്പോൾ ഉള്ള ആളുകൾ, ഈ എറണാകുളം ജെട്ടിയിലുള്ള ആളുകളൊന്നും ആരും ശരിയില്ല. ആൺസിൻ്റെ ഇടപാടൊക്കെ ഉണ്ടെന്നുള്ളതാണ് എനിക്കറിയും. ഒരു രാമൻ എന്ന് പറയുന്നൊരു ഡെയിലി വേജസ്കാരൻ ഗേറ്റിലേക്ക് ഉണ്ട്. അവന് ആൺസിൻ്റെ കച്ചവടം ഉണ്ടെന്നാണ് തോന്നുന്നത്. അവനെല്ലാവർക്കും ആൺസൊക്കെ വിതരണം ചെയ്യണതാണ് അവിടെ. അവനവിടെ നിന്ന് മാറ്റൂല വരും. എന്ത് തന്നെ ചെയ്താലും അവിടുത്തെ ശേഷം മാഷും വേറൊരു കൺട്രോളിലിരിക്കുന്ന ഒരു മാഷുണ്ട്. ഇവരൊന്നും അവനവിടെ നിന്ന് മാറ്റൂല. അവനെ മാറ്റാൻ പാടില്ല എന്നാണ് അവർ പറയുന്നത്. അതിന് ഡയറക്ടറിനെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് അവനെ വിളിച്ചേക്കുന്നത്. അവൻ പേപ്പറിൻ്റെ ആളാണ്. അപ്പോൾ ഇവനിക്കൊക്കെ ഇത് വിൽക്കാനുള്ള സാഹചര്യം ഇവർ ചെയ്തു കൊടുക്കുന്നു. അത് തന്നെ. അപ്പോൾ അവനവിടെ നിന്ന് മാറ്റുക. അവിടെ പെണ്ണുങ്ങൾക്ക്, പ്രായമുള്ളവർക്കൊന്നും അതിൻ്റെ അകത്ത് ടിക്കറ്റ് എടുക്കുന്നതിന് മുമ്പ് 2-3 മിനിറ്റ് ഇരിക്കാൻ പറ്റില്ല. അവനപ്പം പറയും പുറത്തേക്ക് ഇറങ്ങുമെന്ന് പറയും. അപ്പോൾ അവനിക്ക് എന്തോ പ്രയാസങ്ങളുണ്ട്. അതുകൂടാതെ രവിചന്ദ്രൻ എന്ന് പറയുന്ന ഒരുത്തനുണ്ട് അവിടെ, മറ്റേ ചെക്കറാണ്. ഒരു കച്ചത്തൊരു ബാഗും വെച്ചിട്ട് അങ്ങനെ നടക്കലാണ്. വെറുതെ ഒന്നും ചെയ്യലൊന്നുമില്ല.
അതുമല്ല ഗേറ്റിൽ നിൽക്കുന്നവർക്ക് അവിടെ ടിക്കറ്റ് കീറാനുള്ള അധികാരമില്ല, ടിക്കറ്റ് ചെക്ക് ചെയ്യാനുള്ള അധികാരമില്ല. അത് ഡെയിലി വേജസ്സുകാരനാണ് ചെയ്യുന്നത്, സെക്യൂരിറ്റിയായിട്ട് നിൽക്കണം. അപ്പോൾ ഇതൊക്കെ ഒരു പരിഹാരം ഇതിനൊക്കെ വേണം. ഞാൻ തന്നെയാണ് 25 പേരെ കാര്യം പറഞ്ഞിട്ട് ഇപ്പോൾ അവിടെ ഈ ഡെയിലി വേജസിനൊക്കെ നിൽക്കുന്ന ആൾക്കാർ. ഇപ്പോൾ അത് നമ്മളത് നിരോധിക്കണം. അത് ആണ് നല്ലത്. എന്നുവെച്ചാൽ അവർക്ക് ഈ ഡെയിലി വേജസ് എന്ന് പറഞ്ഞ ആൾക്കാർക്ക് ടിക്കറ്റ് കീറാനോ ടിക്കറ്റ് ചെക്ക് ചെയ്യാനുള്ള അധികാരമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞിട്ട് നിർത്തുകയാണ്.